സത്യവെളിച്ചമുദിച്ചല്ലോ, നിത്യാനന്ദം കണ്ടല്ലോ. അന്തരംഗേ കളിയാടും കണ്ണനെ ഞാൻ കണ്ടല്ലോ. സത്യവെളിച്ചമുദിച്ചല്ലോ, നിത്യാനന്ദം കണ്ടല്ലോ. അന്തരംഗേ കളിയാടും കണ്ണനെ ഞാൻ കണ്ടല്ലോ. സത്യവെളിച്ചമുദിച്ചല്ലോ. ജ്ഞാനക്കണ്ണനുണ്ണിയെ ഉൾക്കാമ്പിൽ ഞാൻ കണ്ടല്ലോ. ജ്ഞാനക്കണ്ണനുണ്ണിയെ ഉൾക്കാമ്പിൽ ഞാൻ കണ്ടല്ലോ. കണ്ണിന് കണ്ണാകുന്നൊരു കണ്ണനെ ഞാൻ കണ്ടല്ലോ. സൃഷ്ടിതാവാം ജഗദീശ്വരൻ കരുണയാൽ ദാനമായി തന്ന സ്വത്ത് സർവലോക സൃഷ്ടിതാവാം ജഗദീശ്വരൻ കരുണയാൽ ദാനമായി തന്ന സ്വത്ത് അഖിലാത്മനാഥനുടെ അകമഴിഞ്ഞനുകമ്പ അഖിലാത്മനാഥനുടെ അകമഴിഞ്ഞനുകമ്പ അഗതികളായവരിൽ ചൊരിഞ്ഞതാണ്. അഖിലാത്മനാഥനുടെ അകമഴിഞ്ഞനുകമ്പ അഗതികളായവരിൽ ചൊരിഞ്ഞതാണ്. സർവശക്തിയുടെ മഹാകാരുണ്യവും അനുഗ്രഹവും തന്നെയാണ് നമുക്കിപ്രകാരം ഗുരുവിൻ്റെ ശിഷ്യരായി ലോകത്തിൽ ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ആ സർവശക്തിയുടെ പ്രത്യേക നിയമമായ ഈ ഞായറാഴ്ച ആരാധന ഇന്നും നമുക്ക് ഒത്തുചേരുവാനും നമ്മുടെ ഭക്തസന്താനങ്ങൾക്ക് ഇപ്പോഴത്തെ ലോകാവസ്ഥയനുസരിച്ച് എല്ലാവർക്കും വരാൻ കഴിയുന്നില്ല, സന്നിധാനത്തിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പോലും ഈ സന്നിധാനത്തിലുള്ളവരും ശിഷ്യ നമ്മുടെ ആചാര്യനും ചേർന്ന് ഇന്നത്തെ ആരാധന നടത്തുവാൻ ഈശ്വരൻ അനുഗ്രഹിച്ചത് ആ മഹാകാരുണ്യമാണ്. ഈശ്വരൻ്റെ കാരുണ്യം എപ്പോഴും ഒരാത്മാവിൽ നിലനിർത്തുക എന്നുള്ളതാണ് ഒരു മനുഷ്യാത്മാവിൻ്റെ ജീവിത ലക്ഷ്യം. ലോകത്തിൽ ജീവിക്കുമ്പോൾ അനേകം സന്ദർഭങ്ങളിലൂടെ ജീവിത വഴികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എല്ലായിടങ്ങളിലും ആ ഈശ്വര കാരുണ്യം നമ്മളിൽ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള പ്രത്യേക ജീവിതം അത് നിർവഹിക്കാൻ എല്ലാം ഒരുക്കി ഈശ്വരൻ തന്നിട്ടും മനുഷ്യജന്മത്തിന് കഴിയുന്നില്ല.
പക്ഷെ അങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഈശ്വര കാരുണ്യത്തെ സർവദാ നുകർന്നനുഭവിച്ചുകൊണ്ട് വേണം ഒരു ആത്മാവ് ലോകത്തിൽ ജീവിക്കുവാൻ. ആ കാരുണ്യ തണലിൽ നിന്ന് നീ വെളിയിലായി പോകുന്നുവെങ്കിൽ അവിടെ നിനക്ക് തെറ്റുപറ്റി എന്ന് തന്നെ മനസ്സിലാക്കണം. അവിടെ നീ ആ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ആ കാരുണ്യ തണലിൽ നിന്ന് നീ വേറിട്ട് പോയിരിക്കുന്നു, നിനക്ക് അബദ്ധങ്ങൾ ഉണ്ടാകുന്നു, അനർത്ഥങ്ങൾ ഉണ്ടാകുന്നു, അപകടങ്ങൾ ഉണ്ടാകുന്നു എങ്കിൽ ആ കരവലയത്തിനുള്ളിൽ നിന്ന് നീ വെളിയിലായിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. അപ്പോൾ എവിടെയാണ് വെളിയിൽ പോകാനുള്ള സന്ദർഭമുണ്ടായത്, എങ്ങനെയാണ് എന്നാണ് ചിന്തിക്കേണ്ടത്. ഈശ്വരൻ നല്ല ഒരു വഴി ഒരുക്കി ഒരാത്മാവിൻ്റെ പൂർണ്ണമായ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും അത് പൂർണ്ണമായും തന്നിലേക്ക് തന്നെ വന്നു ചേരുവാൻ തക്ക വിധത്തിലുള്ള ഒരു വഴി, വളരെ വിശാലമായ സത്യമായ ഒരു വഴി തുറന്നു വെച്ചിട്ടാണ് ഈ ലോകത്തിലേക്ക് ജന്മം തന്നത്. പക്ഷെ എന്തുകൊണ്ട് അതിൽ നിന്ന് വേറിട്ട് പോയി, എവിടെ വെച്ച് പോയി, അത് മനുഷ്യന്മാർക്ക് അറിവില്ല. പക്ഷേ ഉന്നതന്മാരായ മഹർഷീശ്വരന്മാരും ഒരു പരമ്പരകളും ലോകത്തിൽ വന്ന് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണകൾ മനുഷ്യാത്മാക്കൾക്ക് ലഭിക്കത്തക്ക വിധം ഓരോന്നോരോന്ന് എഴുതി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, പറഞ്ഞ് പകർത്തി കൊടുത്തിട്ടുണ്ട്. അതൊന്നും അനുസരിക്കാൻ ലോകം തയ്യാറാകാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും അന്ധകാരത്തിലേക്ക് പോകുന്നത്. വെറും കെട്ടുകഥകളായി മാത്രം ചിത്രീകരിച്ചുകൊണ്ടാണ് പുണ്യപുരാണങ്ങളെയൊക്കെ പലരും അവഗണിക്കുന്നത്. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ധാർമ്മികമായ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ജീവിതം ചെയ്യുവാൻ അവർക്ക് അറിവില്ലാതെ പോകുന്നു, കഴിവില്ലാതെ പോകുന്നു. അതുകൊണ്ട് ഈശ്വരന്റെ കാരുണ്യം ലഭിക്കാതെ പോകുന്നു. ഒരു നിമിഷം പോലും ആ മാധുര്യമേറുന്ന കാരുണ്യത്തെ അനുഭവിക്കുവാൻ ആ ആത്മാവിന് കഴിയാതെ പോകുന്നു. അപ്പോൾ ലോകത്തിലേക്ക് ജന്മമെടുക്കുന്ന ഒരു ആത്മാവ് പരിപൂർണമായും ഈശ്വരഹിതം ചെയ്ത് ജീവിച്ചെങ്കിലേ ആ കാരുണ്യത്തെ അനുഭവിക്കുവാൻ കഴിയൂ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ ആരും മനഃപൂർവ്വം അതിൽ നിന്നൊഴിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഒരാൾ മറിഞ്ഞുകൊണ്ട് ദുഃഖത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയില്ല, ഒരു അപകടത്തിലേക്ക് പോകാൻ ആരും ആഗ്രഹിക്കുകയില്ല. പക്ഷെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അവിടെയാണ് നമ്മൾ ഗുരുവിൻ്റെ ആവശ്യം മനസ്സിലാക്കുന്നത്. അവിടെയാണ് ഗുരുവിൻ്റെ അത്യാവശ്യം നമ്മൾ അറിയേണ്ടത്. ഗുരു നമ്മളോടുകൂടി ഉണ്ടെങ്കിൽ അറിയാതെ നമ്മൾ പാകപ്പിഴകളിലേക്ക് പോവുകയില്ല, വഴിതെറ്റി പോവുകയില്ല. വെളിച്ചം മുമ്പേ നയിച്ചിടുന്നു, ആത്മലോകം പിൻപേ തുടർന്നിടുന്നു. വെളിച്ചം മുമ്പേ സ്വയം പ്രകാശ വസ്തുവാണ് ഗുരു. സ്വയം പ്രകാശ വസ്തുവാണ് ഗുരു. ആ ഗുരു നമ്മളോടുകൂടി ഉണ്ടെങ്കിൽ അത് വെളിച്ചമാണ്. ആ വെളിച്ചം നമ്മുടെ മുമ്പേ പോകുമ്പോൾ പിന്നെ നമ്മൾ അന്ധകാരത്തിൽ പോവുകയില്ല. പക്ഷേ ബലമുള്ള തൃക്കരങ്ങൾ നമ്മൾ പിടിച്ചുകൊള്ളണം എന്ന് പറഞ്ഞാൽ ആശ്രയിച്ച് ജീവിക്കണം, സർവദാ ആശ്രയിച്ച് ജീവിക്കണം. ആ ആശ്രയത്തോടു കൂടിയുള്ള ജീവിതം ഒരു ആത്മാവ് ചെയ്യണമെങ്കിൽ ഈ വെളിച്ചം ഉണ്ടെങ്കിലേ പറ്റൂ. ഗുരുവിൻ്റെ കാരുണ്യം ഉണ്ടെങ്കിലേ ആശ്രയം ഉണ്ടാകുകയുള്ളൂ. ആശ്രയം ഉണ്ടായെങ്കിലേ ഗുരു കൂടെ വസിക്കുകയുള്ളൂ. അങ്ങനെ പരസ്പര ബന്ധിതമായ ഒരു അവസ്ഥയാണിത്. അപ്പോൾ എപ്പോഴും സത്യമായി, എപ്പോഴും ധാർമ്മിക ബോധത്തോടു കൂടി ജീവിക്കുവാനുള്ള കഴിവ് ഒരാത്മാവിൽ സിദ്ധിക്കണമെങ്കിൽ ഗുരുവിൻ്റെ കാരുണ്യമില്ലാതെ സാധ്യമല്ല. ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന വിവിധ വിധത്തിലുള്ള അറിവുകൾ ഒരാത്മാവിലേക്ക് സമ്പാദിച്ച് ലോകത്തിൽ ജീവിക്കുമ്പോഴും പല വിധത്തിലുള്ള പോരായ്മകൾ ഓരോരുത്തരിലും സംഭവിക്കുന്നു. എന്തുകൊണ്ടാണ്? ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളെ പൂർണ്ണമാക്കാനുള്ള ശേഷി ഒരു മനുഷ്യാത്മാവിന് സ്വാഭാവികമായി ലഭിക്കാത്തത് കൊണ്ടാണ്. അവിടെയും ഗുരുവിൻ്റെ കാരുണ്യമുണ്ടെങ്കിൽ ആ അറിവുകളെ കൂടുതൽ ആത്മാവിലേക്ക് പകർത്തുവാനും ആത്മാവ് അതിനനുസരിച്ച് ജീവിക്കുവാനും ഇടയായിത്തീരും. എല്ലാ വിധത്തിലും ചിന്തിച്ചാൽ ഗുരുവിൻ്റെ കാരുണ്യമില്ലാതെ ഈ ലോകത്തിൽ ആർക്കും ജീവിക്കാൻ കഴിയില്ല. ആർക്കും, എത്ര ഉയർന്ന നിലയിലുള്ള ആളുകളായാലും, പണ്ഡിതനായാലും പാമരനായാലും കുചേലനായാലും കുബേരനായാലും ആർക്കും ഈശ്വര കാരുണ്യമില്ലാതെ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ആശ്രയിച്ച് ആരാധിച്ച് ഈശ്വരനോടുകൂടി ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ്
നമ്മളെപ്പോഴും ആഗ്രഹിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. ആ കാരുണ്യത്തെ നമ്മൾ നിലനിർത്തുവാൻ ഈശ്വരൻ തന്നിരിക്കുന്ന ഏറ്റവും ഉന്നതമായ ഒരു നിയമമാണ് നമ്മുടെ ഈ ഞായറാഴ്ച ആരാധന. ഇന്നത്തെ നമ്മുടെ ആരാധനയിൽ ബഹുമാന്യനായ ഞാൻ പല ആരാധനാ വേദികളിലും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പല ഭക്തസന്ധിതികളും ഇവിടെ സാക്ഷി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം എടുത്ത് സംസാരിച്ചിട്ടുണ്ട്. കാരണം പലയിടങ്ങളിൽ നമ്മുടെ ഭഗവാന്റെ ചരിത്രങ്ങൾ അദ്ദേഹം സംസാരിച്ചത് ഇവിടെ വന്ന് നമ്മുടെ പല കുഞ്ഞുങ്ങളും ഇവിടെ സാക്ഷി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പുണ്യ പുരുഷനാണ് നമ്മുടെ യജ്ഞാചാര്യനായ പള്ളിക്കൽ സുനിൽ എന്ന് പറയുന്ന അദ്ദേഹം ഇന്ന് ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ആരാധനയിൽ അദ്ദേഹത്തിൻ്റെ 2 വാക്കുകൾ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നേക്കാൾ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉണ്ട്. അതിനുവേണ്ടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ആരാഞ്ഞറിഞ്ഞിടുമ്പോൾ ആരാധ്യനാത്മാവിൽ വാസമുണ്ട്. സർവ സൃഷ്ടിക്കും കാരണമായി നിൽക്കുന്ന വസ്തു. തന്നെ വിട്ട് അന്യമായി ഒന്നുമില്ല, തന്നെ വിട്ട് അന്യമായ ആരുമില്ല. ഈ സത്യത്തിലേക്ക് ഒരാത്മാവിനെ വളർത്തി ഉയർത്തുവാൻ കലിയുഗത്തിൽ താൻ തന്നെ അവതാരമായി വന്നു വാഴുകയാണ്. ലോകത്തിൽ പലവിധത്തിലുള്ള അറിവുകൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച് നിലനിർത്തിയിട്ടുണ്ട്. അത് ലോകോപകാരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പുരാണങ്ങളും
ശാസ്ത്രങ്ങളും ശാസ്ത്രജ്ഞന്മാർ പുതിയതായി കണ്ടുപിടിക്കുന്ന കണ്ടുപിടുത്തങ്ങളും എല്ലാം ഈ അറിവിന്റെ തന്നെ വകഭേദങ്ങളാണ്. എന്നാൽ ഒരു ആത്മാവിനെ അതിന്റെ പരിപൂർണാവസ്ഥയിൽ എത്തിക്കണമെങ്കിൽ ഈ ഉണ്ടായ അറിവുകൾ ഒന്നും പോരാ. ലോകത്തിൽ ഉണ്ടായി നിൽക്കുന്ന വസ്തുക്കളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത അറിവുകളൊന്നും ആത്മാവിന്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നതല്ല. അതിന് ഉള്ളറിവ് വേണം. ആ ഉള്ളറിവ് ഉള്ളവനാകുന്ന ഗുരുവിന്റെ തിരുഹൃദയത്തിൽ മാത്രമേ ഉള്ളൂ. ആ ഉള്ളവനാകുന്ന ഗുരു ആ തീരുമാനമെടുത്ത് കലിയുഗത്തിൽ അവതാരമായി വന്ന് തന്റെ തിരുഹൃദയം തുറന്ന് ആ നിഷ്കളങ്ക ജ്ഞാനത്തെ ആത്മാക്കളിലേക്ക് പ്രകാശിപ്പിക്കുമ്പോൾ ആ നിഷ്കളങ്ക ആഭയിൽ മുഴുകുന്നവർക്കെല്ലാം ജ്ഞാനം ഗ്രഹിക്കാം. ആ നിഷ്കളങ്ക ആഭയിലാണ് ജന്മഭാവം തീരുന്നതും കർമ്മദോഷം തീരുന്നതും ജീവനാശം തീരുന്നതും. അങ്ങനെ ജന്മപാപം തീർക്കുവാനും കർമ്മദോഷം ഒഴിക്കാനും ജഗദീശ്വരൻ സർവത്തിലും സ്ഥിതി ചെയ്യുന്ന അഖണ്ഡ ജ്യോതിസ് സർവ്വതും തന്നിലേക്ക് ആവാഹിക്കുവാൻ കഴിവോടുകൂടി വാഴുന്ന സംഹാരമൂർത്തി. അങ്ങനെ സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തിയായ ത്രിമൂർത്തികളെ ഏകോപിച്ച് അവതാരമായി വന്ന് ലോകത്തിലിതാ ശുഭാനന്ദനാമത്തിൽ അത്ഭുതമായി വാഴുന്നു. ശുഭമായൊരാനന്ദം നൽകിയിടുവാൻ അവതാരമായി വന്ന തമ്പുരാനേ. അവതാരമായി വന്ന തമ്പുരാനേ. ശുഭമായോ
ഖഡ്ഗിയായി അവതരിച്ച് വെറും ആനന്ദമല്ല, ശുഭമായ ആനന്ദം ആത്മാവിൽ പ്രദാനം ചെയ്യുകയാണ്. ഇത് കലിയുഗത്തിലെ സുവർണാവസരമാണ്. 3 യുഗങ്ങളിലും ചെയ്ത കർമ്മഫലത്തെ കലിയുഗത്തിൽ സ്വീകരിച്ച് ആത്മാവിൽ ആനന്ദം കൊടുക്കുന്ന സുവർണാവസരം. ഭാഗ്യമിതു ഭാഗ്യം മഹാഭാഗ്യമിതു അനവധി കടമ്പകളുണ്ട്. ലോകത്തിൽ കോടാനുകോടി ജന്മങ്ങളിലൂടെ കടന്നു വന്ന ഒരു ആത്മാവ് മർത്യജന്മം സ്വീകരിച്ച് ലോകത്തിൽ ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ ഒരു സവിധത്തിൽ എത്തിച്ചേരണമെങ്കിൽ വീണ്ടും അനേകം കടമ്പകൾ കടക്കാനുണ്ട്. ജന്മം കൊണ്ട് തന്നെ ഗുരുസവിധത്തിൽ എത്തിച്ചേരുന്ന അപൂർവ ജന്മങ്ങളും ഉണ്ട്. അപൂർവ ജന്മങ്ങളുണ്ട്. അത് ഈ കടമ്പകളൊക്കെ കടന്ന് ആ ജന്മാന്തര സുഹൃതത്തെ ആത്മാവിൽ ആവേശിപ്പിച്ചവരാണ്. അപ്രകാരമുള്ള അപൂർവ ജന്മങ്ങൾ ജന്മം കൊണ്ട് തന്നെ ഗുരുസവിധത്തിലെത്തും. അല്ലാതെയുള്ളവർ ലോകത്തിൽ വിവിധ ദുഃഖങ്ങൾ അനുഭവിച്ച് ഈശ്വരനുമായി ഒരു ബന്ധമുണ്ടായി, ഈശ്വരൻ അല്ലാതിനെ രക്ഷിക്കാൻ ആരുമില്ലെന്നൊരു ചിന്തയുണ്ടായി, രണ്ടു കൈയും വിട്ട് ഈശ്വരനെ ആശ്രയിക്കുന്ന ഒരു സന്ദർഭത്തില് ഗുരുവിന്റെ തൃപ്പാദത്തിൽ എത്താൻ അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കവിഞ്ഞ് പിന്നെ ആത്മാവിന് ഒന്നും ലഭിക്കാനില്ല. കായാമ്പുമേ നീയെ കണ്ടുപോയാൽ കാണാൻ ഈ ലോകത്തിൽ മറ്റൊന്നില്ല. ഒരു പ്രത്യേക സ്ഥാപനം നടത്തുവാൻ അതിന്റെ ഉടമസ്ഥൻ വിചാരിക്കുന്നത് പോലെ അതിനുള്ളിലിരിക്കുന്ന സാധന സാമഗ്രികൾ വിറ്റു തീർക്കുക എന്നുള്ളതാണ് ഉടമസ്ഥന്റെ ഉദ്ദേശം. അതിന് പുറമേ പല വിധത്തിലുള്ള കാഴ്ചകൾ ഒരുക്കും. അതൊന്നും വിൽക്കാനുള്ളതല്ല, അത് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ളതാണ്. ഇതുപോലെ അനേകം ഒരുക്കങ്ങൾ ഈ ലോകത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ഒരുക്കങ്ങൾ കണ്ടുകൊണ്ട് അവിടെ നിന്നാൽ ഈ അകത്തിരിക്കുന്ന സാധനം കാണാൻ പറ്റില്ല. വിലപിടിപ്പുള്ളതും മനുഷ്യന് പ്രയോജനമുള്ളതുമായ പല സാധനങ്ങളും ഈ വ്യാപാര സ്ഥാപനത്തിനുള്ളിലുണ്ട്. ആവശ്യമുള്ളത് നമുക്ക് പോയി വാങ്ങിക്കാം. പക്ഷേ പുറമേയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ ഈ സമയത്ത് ഇതിനകത്ത് കയറാനും പറ്റില്ല, ഈ സാധനങ്ങൾ വാങ്ങാനും പറ്റില്ല, ആവശ്യങ്ങൾ നിറവേറ്റാനും പറ്റില്ല. അപ്പോൾ ആ മായക്കാഴ്ചകളിൽ ഒന്നും മയങ്ങാതെ മായാജാലം മായാജാലം ലോകനാഥന്റെ മായാജാലം മായാജാലം
തുടങ്ങിയുള്ള ഓരോന്നിനെ കുറിച്ചും ചിന്തിച്ചാൽ അത്ഭുതമുണ്ടാകും. ഈ ലോക പ്രകാശം ഏതൊരു കാലത്തും സൂര്യനിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ സൂര്യൻ തുടങ്ങിയുള്ള സർവ്വവസ്തുക്കളും മനുഷ്യൻ അത്ഭുതമുണ്ടാക്കുന്നതാണ്. ഈ വസ്തുക്കളെ എല്ലാം കണ്ടുകൊണ്ട് ലോകത്തിൽ ജീവിക്കുമ്പോൾ, അതിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ, അതിനെ ആഗ്രഹിച്ച് ജീവിക്കുമ്പോൾ തന്നിൽ നിന്നുണ്ടായി വന്ന വസ്തുക്കളെയാണ് അറിയുന്നത്. അപ്പോൾ ഉള്ളതിനെ അറിയുന്നില്ല. ഉള്ളതായി ഉള്ളത് ഇതിന്റെ എല്ലാം ഉൾക്കാമ്പായി നിൽക്കുന്ന വസ്തുവാണ്. അത് സൂക്ഷ്മ ജ്ഞാനമാണ്, നിഷ്കളങ്ക ജ്ഞാനമാണ്. ആ നിഷ്കളങ്ക ജ്ഞാനത്തെയാണ് നീ അറിയേണ്ടത്. അതിനു വേണ്ടി നീ ജീവിക്കണം. അതിന് ഉൾക്കാമ്പിൽ കരുതേണ്ടത് എന്താണ്? ഉള്ളതായുള്ള ജ്ഞാനമാണ്. ആ ഉള്ളതായുള്ള ജ്ഞാനം ഉള്ളവോ നൽകിടുവാൻ ഉള്ളവനുദയമായി ലോകത്തിൽ വാണിടുന്നു. ഉള്ളതായുള്ള ജ്ഞാനം ഉള്ളതായുള്ള ജ്ഞാനം ഉള്ളവോ നൽകിടുവാൻ ഉള്ളവനുദയമായി ലോകത്തിൽ വാണിടുന്നു. ഉള്ളതായുള്ള ജ്ഞാനം ഓതി ഭവിപ്പിക്കുമ്പോൾ ഉള്ളവോരാത്മാവിൽ നീ സ്വീകരിച്ചു ജീവിക്കാം. ഉള്ളതായുള്ള ജ്ഞാനം ഓതി ഭവിപ്പിക്കുമ്പോൾ ഉള്ളവോരാത്മാവിൽ നീ സ്വീകരിച്ചു ജീവിക്കാം. ഉള്ളതായുള്ള ജ്ഞാനം ഉള്ളവോരോതിടുമ്പോൾ ഉള്ളവോരാത്മാവിൽ നീ സ്വീകരിച്ചു ജീവിക്കാം. ഉള്ളവോരാത്മാവിൽ നീ സ്വീകരിച്ചു ജീവിക്കാം. ഉള്ളവനാകുന്ന ജഗദീശ്വരൻ ഉള്ള ജ്ഞാനം തെളിയിക്കുന്നു. ആ ജ്ഞാനത്തിന്റെ പേരാണ് ജന്മാന്തര ജ്ഞാനം. ജന്മാന്തര ജ്ഞാനത്തിന്റെ ജന്മിയായ ജഗദീശ്വരൻ അവതാരമായി വന്ന് ജന്മാന്തര ജ്ഞാനം തെളിയിക്കുന്നു. ആ ജന്മാന്തര ജ്ഞാനം ആത്മാവിൽ ഭവിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ജന്മാന്തരങ്ങളെ കുറിച്ച് അറിയുവാനുള്ള അറിവിൽ നേടുന്നു. അപ്പോൾ വന്ന പാപങ്ങളെ കഴുകിക്കളയാനുള്ള അറിവാണ് ലഭിക്കുന്നത്. അപ്പോൾ ജന്മപാപം തീരുന്നു. ജന്മം എന്തിനെന്നറിയുന്നു? ജന്മം എന്തിനെന്നറിയാത്തതാണ് ജന്മപാപം. ആ ജന്മാന്തര ജ്ഞാനം ഗ്രഹിച്ചു കഴിയുമ്പോൾ ജന്മം എന്തിനെന്ന് ആത്മാവ് അറിയുന്നു. ആ ജന്മാന്തര ജ്ഞാനമാണ് ജന്മിയായ ജഗദീശ്വരൻ ദാനം ചെയ്യുന്നത്. അപ്പോൾ ജന്മപാപം തീർക്കുവാനും തീർത്തി
അവസരം ഉണ്ടാകുന്നു. ഗുരുവിന്റെ തിരുമുഖത്ത് നിന്നും ജന്മാന്തരം ജ്ഞാനം ലഭിക്കുവാനുള്ള ആ പുണ്യ അവസരം ഉണ്ടാകും. അത് മറ്റെവിടെയും ഉള്ളതല്ല. അത് മറ്റെവിടെയും ഉള്ളവരല്ല. ഇപ്പോ നമ്മുടെ ആചാര്യൻ ഇവിടെ വന്ന് സന്നിഹിതനായിട്ടുണ്ട്. നമ്മുടെ ആചാര്യനും സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹം പുണ്യപുരാണങ്ങൾ അനവധി വായിക്കുന്ന ആളാണ്. പുണ്യപുരാണങ്ങൾ അനവധി വായിക്കുന്ന ആളാണ്. പക്ഷേ ശുഭാനന്ദ നാമത്തോട് വല്ലാത്ത ഒരു ആകർഷണമാണ്. ശുഭാനന്ദ തിരുനാമത്തോട് വല്ലാത്ത ഒരു ആകർഷണമുള്ള ആളാണ്. എന്താണ് കാരണം? ആത്മാവിന്റെ അവസ്ഥ വ്യവസ്ഥകളെ പറ്റി, ആത്മാവിന്റെ അവസ്ഥ വ്യവസ്ഥകളെ പറ്റി ലളിതമായ പദങ്ങളിലൂടെ അവതരിപ്പിച്ച ആളാണ് നമ്മുടെ ഗുരുനാഥൻ. ലളിതമായ പദങ്ങളിലൂടെ അവതരിപ്പിച്ച ആളാണ്. അതാണ് ആത്മാവിനെ ആകർഷിച്ചത്. അപ്പോൾ നമ്മുടെ ആദർശത്തോട് ബന്ധമുണ്ടായി. അപ്പോൾ ആ ആദർശത്തെ കുറിച്ച് മറ്റുള്ളവരിലേക്ക് പറയണമെന്നുള്ള ആർത്തി ഉണ്ടായി. ആചാര്യൻ അദ്ദേഹം ഈ ദക്ഷിണ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷേ ദക്ഷിണ ഉപദേശം എന്ന ഒരു കാര്യം അദ്ദേഹം ഇന്നുവരെ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു വസ്തുത എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? അങ്ങനെ എങ്ങുമില്ല. ഒരു പുരാണങ്ങളിലും ദക്ഷിണോപദേശം എന്നൊരു വസ്തുത പറഞ്ഞിട്ടില്ല. എന്നാൽ കലിയുഗത്തിൽ അവതാരമായി വന്ന് ആ ദക്ഷിണയിലാണ് തുടങ്ങുന്നത്. ആ ദക്ഷിണ ഉപദേശം മുതലാണ് ജന്മാന്തര ജ്ഞാനോപദേശം ആരംഭിക്കുന്നത്. അവിടെ മറിഞ്ഞാൽ സർവ്വതും അറിയുകയാണ്. ആ ലോക സൃഷ്ടി മുതൽ ഇന്നോളമുള്ള സർവ ആത്മാക്കളും സപ്തർഷിമാരും മഹർഷീശ്വരന്മാരും താപസന്മാരും ദേവീദേവന്മാരും എല്ലാം അന്വേഷിക്കുന്നത് ഞാനാരാണെന്നാണ്. ആ ശുഭാനന്ദ അവതാരത്തിന്റെ തിരുമുൻപിൽ എത്തിക്കഴിയുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്നത് ആ ഞാനാരാണെന്നാണ്. തന്നെ താൻ അറിഞ്ഞിടാതെ എന്തറിയാനാണ്? തന്നെ താൻ അറിഞ്ഞിടാതെ തന്നെ താൻ അറിഞ്ഞിടാതെ എന്തറിയാനാണ്? തന്നെ താൻ അറിഞ്ഞിടുമ്പോൾ ദൈവമുള്ളിലുണ്ട്.
തിരുഹൃദയം തുറന്ന് ആ തിരുഹൃദയം തുറന്ന് ജന്മാന്തര ജ്ഞാനമാത്മാക്കളിലേക്ക് ഉപദേശിച്ച് ജന്മാന്തരജ്ഞാനം ആത്മാക്കളിലേക്ക് ഉപദേശിച്ച് പടിപടിയായി ആത്മാക്കളെ എത്തിക്കുന്നത് തന്നിലേക്ക് തന്നെയാണ്. പടിപടിയായി ആത്മാക്കളെ എത്തിക്കുന്നത് തന്നിലേക്ക് തന്നെയാണ്. അതിനുള്ള തുടക്കം കുറിക്കുന്നത് തന്നെ അതിനുള്ള തുടക്കം കുറിക്കുന്നത് തന്നെ ഞാൻ എന്ന പദത്തിൽ നിന്നാണ്. ഞാൻ എന്ന പദത്തിൽ നിന്നാണ്. അതാണ് ശുഭാനന്ദാവതാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ശുഭാനന്ദ തിരുവതാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ പദം ദക്ഷിണ വെച്ച് ആ പദം പഠിച്ചു തുടങ്ങുമ്പോൾ മുതൽ ദക്ഷിണ വെച്ച പദം പഠിച്ചു തുടങ്ങുമ്പോൾ മുതൽ ആത്മാവിലേക്ക് ഒഴുക്കിക്കൊടുക്കുന്ന ആ നിഷ്കളങ്ക ജ്ഞാനം ആത്മാവിലേക്ക് ഒഴുക്കി കൊടുക്കുന്ന നിഷ്കളങ്ക ജ്ഞാനം പടിപടിയായി ആത്മാവിനെ വളർത്തുകയാണ്. പടിപടിയായി ആത്മാവിനെ വളർത്തുകയാണ്. പടിപടിയായി സൽക്കർമ്മത്തിലൂടെ ആത്മാവിനെ ഉയർത്തുകയാണ്. പടിപടിയായി സൽക്കർമ്മത്തിൽ കൂടി ആത്മാവിനെ ഉയർത്തുകയാണ്. ആ വളർച്ചയും ആ ഉയർച്ചയും ചെന്നു നിൽക്കുന്നത് ഗുരുരൂപത്തിലേക്കാണ്. അങ്ങനെ ഗുരുരൂപത്തെ ആത്മാവിൽ കണ്ടു കഴിയുമ്പോഴാണ് ഗുരുവിനെ കണ്ട് പരമഗുരുവിനെ കണ്ട് ഹൃദയവാസിയാകും പരമ ഗുരുവിനെ കണ്ട് ആദി അന്തമായി വാഴും ഗുരുവിനെ കണ്ട് പക്ഷെ ആ ഭാഗ്യമായി കാണുന്ന കാഴ്ച തന്റെ സർവജ്ഞാനം ഗ്രഹിച്ച് ആന്തരിക അവസ്ഥയാക്കി മാറ്റണം. ആ സൂക്ഷ്മജ്ഞാനം ആത്മാവിൽ ഗ്രഹിച്ചെങ്കിൽ മാത്രമേ ആ കാഴ്ചയിൽ എത്തുന്നുള്ളൂ. ആ കാഴ്ചയിൽ എത്തിക്കാൻ ഈ ജ്ഞാനം മതി. സത്യവും ധർമ്മവും പൂർത്തീകരിക്കുമ്പോൾ സർവജ്ഞാനം ആത്മാവിൽ തെളിയുകയാണ്. അവിടെ ഉൾക്കാഴ്ച ഉണ്ടാവുകയാണ്. ഉൾക്കാഴ്ച ഉണ്ടായാൽ ഉത്സ്വരൂപനെ കാണാൻ പറ്റും. സത്യവും ധർമ്മവും പൂർത്തീകരിക്കാതെ ഒരിക്കലും അത് കാണുകയില്ല. ഈ നരകത്തിൽ, ഈ നരലോകത്തിൽ, നരശരീരത്തിൽ ജീവിക്കുന്ന മനുഷ്യാത്മാക്കൾ ഇന്നത്തെ ലോക അവസ്ഥ അനുസരിച്ച് എന്ന് സത്യധർമ്മം പൂർത്തീകരിക്കാൻ കഴിയും? വളരെ പ്രയാസമാണ്. കാരണം എങ്ങോട്ട് തിരിഞ്ഞാലും കാപട്യങ്ങൾ മാത്രമേ ഉള്ളൂ. സത്യത്തിന്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നത് പോലും അസത്യമാണ്. ധർമ്മമാണെന്ന്
പ്രചരിപ്പിച്ചുകൊണ്ട് നടത്തുന്നതൊക്കെ അധാർമികമാണ്. ധർമ്മമാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് നടത്തുന്നത് മിക്കവാറും അധാർമികമാണ്. അതിനെ ഒക്കെ കണ്ടുപിടിക്കാൻ പോലും മനുഷ്യന് കഴിയുന്നില്ല. അതിനെ കണ്ടുപിടിക്കാൻ പോലും മനുഷ്യന് കഴിയുന്നില്ല. ആ കാഴ്ച സത്യധർമ്മം പൂർത്തീകരിക്കാനുള്ള അവസ്ഥ, ഈ ലോകത്തിൽ ഒരു സാധാരണ മനുഷ്യൻ ലഭിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. അവിടെയാണ് സദ്ഗുരുവിന്റെ പ്രാധാന്യമിരിക്കുന്നത്. അവിടെയാണ് ഗുരുവിന്റെ ആവശ്യമിരിക്കുന്നത്. ഗുരുവിന്റെ കാരുണ്യത്താൽ അല്ലാതെ, ആ തൃക്കരത്തിൽ കരുതി സൂക്ഷിക്കുന്ന ഒരു ആത്മാവിനല്ലാതെ ഈ നരലോകത്തിൽ സത്യധർമ്മം പൂർത്തീകരിക്കാൻ വളരെ പ്രയാസമാണ്. എന്താണ് കാരണം? ഇത് നരകത്തിൽ നിന്ന് എടുത്ത നരലോകമാണ്. ഈ നരലോകത്തിൽ സർവ്വതും നരകമാണ്. ഈ നരകത്തിൽ നിന്ന് വേണം നമ്മൾ സ്വർഗത്തെ കാണുവാൻ. സ്വർഗവും നരകവും വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഗുരുനാഥൻ ലോകത്തിൽ വാഴുന്നത്. ആ അറിവിൽ നിന്നുകൊണ്ട് കൃത്യമായി ജീവിച്ച് ഗുരുവിന്റെ കാരുണ്യത്തിലൂടെ വളരുമ്പോൾ കൂടെ വസിക്കുന്നു. എല്ലാം കാണാൻ കണ്ണുണ്ട്, എല്ലാം കേൾക്കാൻ ചെവിയുണ്ട്, എല്ലാം അറിയാൻ അറിവുണ്ട്. അറിവില്ലാതെ ഗുരുവില്ല. എല്ലാം കാണാൻ കണ്ണുണ്ട്, ഇവനെല്ലാം കേൾക്കാൻ ചെവിയുണ്ട്. എല്ലാം കാണാൻ കണ്ണുണ്ട്, ഇവനെല്ലാം കേൾക്കാൻ ചെവിയുണ്ട്. എല്ലാം അറിവാൻ അറിവുണ്ട്, അറിവില്ലാതെ ഗുരുവില്ല. നമ്മുടെ വിവേകാനന്ദ സ്വാമി ഒരു ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലാണല്ലോ, മുണ്ട് അഴിച്ചിട്ട് കഴിഞ്ഞാൽ താഴെയൊക്കെ മുട്ടിയെങ്കിലോ എന്ന് വിചാരിച്ചൊന്ന് മടക്കി കുത്തി. മടക്കി കുത്തി ഇങ്ങനെ നിൽക്കുമ്പോ അടുത്തൊരു ക്യാമറ ഇരിക്കുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. അപ്പൊ പെട്ടെന്ന് ഇതങ്ങ് അഴിച്ചിട്ട് അഴുക്ക് പറ്റിയാലും വേണ്ടിയില്ല, സ്വാമിയല്ലേ മുണ്ട് മടക്കി കുത്തി നിൽക്കുന്ന ഒരു ആക്ഷേപമല്ലേ എന്ന് വിചാരിച്ചു. അതെങ്ങനെയാണ് ആ അറിവിൽ എത്തിയത്? പെട്ടെന്ന് ആ പ്രവൃത്തി മാറ്റിയത് എങ്ങനെയാണ്? ഈ ക്യാമറയിലൂടെ ആരെങ്കിലും കാണും എന്നൊരു അറിവ് ഉണ്ടായപ്പോഴാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. എല്ലാം അറിയാൻ അറിവായി ആത്മാവിൽ വാഴുന്ന ജഗദീശ്വരൻ നമ്മളോടുകൂടി ഉണ്ട് എന്നൊരു ബോധം ആത്മാവിൽ ഉണ്ടെങ്കിൽ, ആ അറിവിൽ കൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ ഒരു കാപട്യങ്ങളും നമുക്കുണ്ടാവുകയില്ല. അസത്യം ചെയ്യുകയില്ല, അധർമ്മം ചെയ്യുകയില്ല. അങ്ങനെ ഉൾക്കാഴ്ചയായി ഉൾക്കാമ്പിൽ നിൽക്കുന്ന ഉത്ബോധ സ്വരൂപനെ ഉള്ളതുപോലെ ഉൾക്കാമ്പിൽ അറിയാൻ ആത്മാവിന് കഴിയണം. ആ കഴിവുണ്ടാകണം. ആ കഴിവുണ്ടായാൽ ആ കഴിവ് നൽകുന്ന ഗുരുവിനെ തന്നെ ഈശ്വരനായി, ഗുരുവായി, ദൈവമായി കണ്ടറിഞ്ഞ് ആരാധിക്കും. ആ കാഴ്ചയാണ് ഈശ്വരൻ കൊടുക്കുന്നത്. അതാണ് ഗുരു പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈശ്വരൻ ഈ ജന്മാന്തര ജ്ഞാനോപദേശത്തിൽ കൂടി തരുന്നത് ആ കാഴ്ചയാണ്. അപ്പോ 4 പേര് കണ്ടില്ലെങ്കിൽ ഒരു വസ്തു മോഷ്ടിക്കാമെന്ന് ഒരിക്കലും ഒരു ആത്മബോധിക്ക് തോന്നുകയില്ല. കാരണം എന്നോടുകൂടി ഉൾക്കാഴ്ചയായി എന്റെ ഗുരു വാഴുന്നു. എന്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞത്, കുറ്റമറ്റ മനസ്സാക്ഷിയിൽ ഉത്തമ ജീവിതം ചെയ്യുവാൻ. സൂക്ഷിക്കണേ ദൈവമേ.
ചിന്തിക്കുകയില്ല, ഗുരുവിന് ഹിതമല്ലാത്ത ഒന്നും ചെയ്യുകയില്ല, ചിന്തിക്കുകയില്ല, ചിന്തിക്കുകയില്ല, പറയുകയില്ല, പറയുകയില്ല, പ്രവർത്തിക്കുകയില്ല. പ്രവർത്തിക്കുകയില്ല. അങ്ങനെ മനസാ വാചാ കർമ്മണ സത്യം പ്രകാശിക്കുമ്പോൾ മനസാ മനസാ വാചാ കർമ്മണ സത്യം പ്രകാശിക്കുമ്പോൾ സൽഗുണസ്വരൂപനം സൽഗുരു വസിക്കുന്നു. മഹർഷീശ്വരന്മാർ ഋഷീശ്വരന്മാർ അനേകായിരം വർഷങ്ങൾ അനേകായിരം വർഷങ്ങൾ ഹിമാലയ സാനുക്കളിലും ഹിമാലയ സാനുക്കളിലും മറ്റ് സ്ഥലങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും വനപ്രദേശങ്ങളിലും വനപ്രദേശങ്ങളിലും തപസ് അനുഷ്ഠിച്ചതിന്റെ ഫലമാണ് തപസ്സനുഷ്ഠിച്ചതിന്റെ ഫലമാണ് ഭാരതഭൂമിക്ക് ഒരു പ്രത്യേക ചൈതന്യമുള്ളത് എന്ന് പറയാറുണ്ട്. ഭാരതഭൂമിക്ക് ഒരു പ്രത്യേക ചൈതന്യമുള്ളത് എന്ന് പറയാറുണ്ട്. അതുപോലെ അതുപോലെ ഈ മനസാ വാചാ കർമ്മണ സത്യം പ്രകാശിച്ചു ജീവിക്കുന്ന ഒരു ആത്മാവ്, മനസ്സാവാന കർമ്മണ സത്യം പ്രകാശിച്ച് ജീവിക്കുന്ന ഒരു ആത്മാവ് ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യേണ്ട, ഹിമാലയത്തിൽ പോയി തപസ്സീണ്ട, കാവി ഉടുക്കേണ്ട, കാവിൽ പോകേണ്ട, കായികന് തിന്നേണ്ട, നിത്യസത്യമാകുന്ന ഈശ്വരനെ നിത്യസത്യമാകുന്ന ഈശ്വരനെ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും സർവദാ പൂജിച്ച് നീ ലോകത്തിൽ ജീവിച്ചാൽ മതി. സർവ്വദാ പൂജിച്ച് നീ ലോകത്തിൽ ജീവിച്ചാൽ ആ മതി. അവന്റെ ആത്മാവ് ചൈതന്യമാകുന്നതോടൊപ്പം അവന്റെ ആത്മാവ് ചൈതന്യമാകുന്നതോടൊപ്പം അവന്റെ പുറവും ചൈതന്യമായി വർത്തിക്കുന്നത് കാണാൻ പറ്റും. അവന്റെ പുറവും ചൈതന്യമായി വർദ്ധിക്കുന്നതായി കാണാം. അവിടെ നിറവ്യത്യാസമൊന്നും അറിയുകയില്ല. നിറവ്യത്യാസം അറിയില്ല. കറുത്തതായാലും വെളുത്തതായാലും ഇരുണ്ട നിറമായാലും ഏത് നിറമായാലും ഈശ്വരൻ ആത്മാവിൽ പ്രകാശിക്കുന്നുവെങ്കിൽ ഈശ്വരനാത്മാവിൽ പ്രകാശിക്കുന്നുവെങ്കിൽ ആ പരമാത്മ ചൈതന്യത്തെ ഒരു ആത്മാവിന് ആ മുഖത്തു നിന്ന് തന്നെ അറിയാൻ പറ്റും. പരമാത്മ ചൈതന്യത്തെ ആ മുഖത്തു നിന്ന് ആത്മാവിനെ അറിയാൻ പറ്റും. അങ്ങനെ പരമാത്മാവുമായി ചേർന്ന് ജീവിക്കുവാനുള്ള പരമഭാഗ്യമാണ് ജഗദീശ്വരൻ നമുക്ക് ഒരുക്കി തന്നത്. അങ്ങനെ പരമാത്മാവുമായി ചേർന്ന് ജീവിക്കുവാനുള്ള പരമഭാഗ്യമാണ് പരമാത്മാവ് നമുക്ക് ഒരുക്കിയത്. ഇപ്പോ നമ്മുടെ ആചാര്യൻ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മുടെ ബഹുമാന്യനായ ആചാര്യൻ നമ്മളോട് പറഞ്ഞു, ഒരു ഗുരു സവിധത്തിലെത്തുന്നത് 1000 ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതിന് സമമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ഗുരുസംഘത്തിലെത്തുന്ന 1000 ക്ഷേത്രത്തിൽ പോയി പൂജിക്കുന്നതിന് സമാനമൊക്കെ അങ്ങനെ പറയാൻ കാരണം പറയാൻ കാരണം ആ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ച് ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ച് ആ പ്രതിഷ്ഠാ സമയത്ത് അതിന്റെ ആചാര്യൻ അരുളി ചെയ്യുന്ന പ്രകാരമുള്ള പൂജാവിധികൾ ചെയ്ത് തന്റെ ആചാര്യൻ അനുഷ്ഠിക്കുന്ന തരത്തിലുള്ള പൂജാവിധികൾ ചെയ്ത് അതിനെ പരിപാലിക്കുമ്പോൾ അവിടെ ഒരു ചൈതന്യം കുടികൊള്ളുന്നു. അവിടെ ചൈതന്യം മുഴുവൻ അതിൻ്റെതായ നിയമപ്രകാരം അവിടെ എത്തുന്നവർക്ക് അത് പകർന്നു കിട്ടുന്നു. നിയമപ്രകാരം എത്തുന്നവർക്ക് വളർന്നു കിട്ടുന്നു. അത് പക്ഷേ വളരെ കുറവായിരിക്കും. കാരണം അതൊരു ആത്മാവിൽ നിന്ന് പകർത്തിയാണ് അവിടേക്ക് പ്രതിഷ്ഠിച്ചത്. ആത്മാവിൽ നിന്ന് ഉയർത്തിയാണ് അവിടെ പ്രതിഷ്ഠിച്ചത്. അനേകം ആത്മാക്കൾ അവിടെ ചെന്ന് ആചരിക്കുകയാണ്. ആരെയും ആത്മാക്കൾ അവിടെ നിന്ന് ആചരിക്കുകയാണ്. ആചരിച്ച് ഉപചരിക്കുമ്പോൾ അവിടെ ഒന്നൊരു ചൈതന്യം ലഭിക്കുന്നു. ആചരിച്ച് ഉപകരിക്കുമ്പോഴാണ് അവിടെ നിന്ന് ചൈതന്യം ലഭിക്കുന്നത്. എന്നാൽ ഗുരുവിന്റെ സവിധത്തിൽ അങ്ങനെയല്ല. ജീവിതത്തിൽ അതല്ല. ജീവനോടുകൂടി ജീവനോടുകൂടി ജഗദീശ്വരൻ നിന്നുകൊണ്ട് ജഗദീശ്വരൻ നിന്നുകൊണ്ട് തന്റെ നാവിലൂടെ ആത്മജ്ഞാനങ്ങൾ ഇങ്ങനെ അനുഭവജ്ഞാനമായി കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള നാവിൽ നിന്ന് തന്റെ ജ്ഞാനങ്ങൾ അനുഭവജ്ഞാനമായി കൊടുക്കുമ്പോൾ ആ ആത്മാവിലേക്ക് പകർന്നു കിട്ടുന്ന വെളിച്ചം ചെറുതല്ല. ആത്മാവിലേക്ക് പകർന്നു കിട്ടുന്ന വെളിച്ചം ചെറുതല്ല. കോടാകോടി സൂര്യനേക്കാൾ പ്രകാശമുള്ള കോടാകോടി സൂര്യനേക്കാൾ പ്രകാശമുള്ള ഗുരുവിന്റെ രൂപമാണ് ഒരു മർത്യശരീരത്തിനുള്ളിൽ പ്രവേശിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത്. ഗുരുവിന്റെ ഏകമായ മധ്യശരീരത്തിൽ പ്രവേശിച്ചു അപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന പ്രകാശത്തിന്റെ അളവ് ചിന്തിക്കാൻ കഴിയും. അവിടെ നിന്ന് ലഭിക്കുന്ന പ്രകാശത്തിന്റെ അളവ് ചിന്തിക്കാൻ കഴിയും. ആ പ്രകാശം നിലനിൽക്കണമെങ്കിൽ ആ പ്രകാശം നിലനിർത്തണമെങ്കിൽ ആത്മാവിൽ അത് കൂടുതൽ കൂടുതൽ പ്രയോജനീഭവിക്കണമെങ്കിൽ ആത്മാവിനെ കൂടുതൽ കൂടുതൽ പ്രയോഗിക്കണമെങ്കിൽ അതിനു വേണ്ടിയാണ് നമുക്ക് നിയമങ്ങൾ തന്നിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നിയമങ്ങൾ വെറുതെ വന്ന് പോയിക്കൊണ്ടിരുന്നാൽ കിട്ടുകയില്ല. അത് നിലനിർത്തിക്കൊണ്ട് പോകുവാൻ നാമനിയമാദികൾ പാലിച്ചു ജീവിക്കണം. നാം നിയമാദികൾ പാലിച്ച്
അതിനുവേണ്ടിയാണ് നമുക്ക് നിയമം തന്നിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമുക്ക് നിയമം. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നിയമമാണ് ഈ 12 വെള്ളിയാഴ്ച വ്രതം. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നിയമമാണ് നമ്മൾ 12 വെള്ളിയാഴ്ച. ആ 12 വെള്ളിയാഴ്ച വ്രതത്തിന്റെ കാലയളവാണിപ്പോൾ. 12 വെള്ളിയാഴ്ച വ്രതത്തിന്റെ കാലയളവാണ്. 9 വെള്ളിയാഴ്ചകൾ 9 വെള്ളിയാഴ്ച എത്ര മനോഹരമായിട്ടാണ് ഈശ്വരൻ നമുക്ക് നടത്തി തന്നത്. എത്ര മനോഹരമായിട്ടാണ് ആത്മചൈതന്യ തിളക്കത്തെ വർദ്ധിപ്പിക്കുവാൻ, ആത്മചൈതന്യ തിളക്കത്തെ വർദ്ധിപ്പിക്കുവാൻ, ആത്മാനന്ദം അനുഭവിക്കുവാൻ ആത്മാനന്ദം അനുഭവിക്കുവാൻ, സുവർണമായ അവസരങ്ങൾ ആ വെള്ളിയാഴ്ചകളിലൂടെ നമുക്ക് ദാനം ചെയ്തുകൊണ്ട് സുവർണ്ണമായ അവസരങ്ങൾ വെള്ളിയാഴ്ചകൾ ദാനം ചെയ്തുകൊണ്ട് ഈ വ്രതാനുഷ്ഠാനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പരിസമാപ്തി എന്ന് പറയുന്നതാണ് നമ്മുടെ തീർത്ഥാടനം. അതിനുവേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്താനങ്ങൾ ഒരുക്കപ്പെടുകയാണ്. എന്നാൽ ലോക നിയമം അനുസരിച്ച് അനേകം ആളുകൾ കൂടുകയോ പ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുകയോ ഒന്നും പാടില്ല എന്നാണ്. എന്നാൽ ആത്മാവിന്റെ ആർത്തിയെ പിടിച്ചു നിർത്താൻ കഴിയുന്നതുമില്ല. ഗുരുവിനെ കാണണം, ഗുരുശബ്ദം കേൾക്കണം, ആനന്ദം അനുഭവിക്കണം എന്നുള്ള ആർത്തി മറ്റൊന്നുകൊണ്ടും മാറ്റാവുന്നതല്ല. അതിന് പകരം വെക്കാൻ ലോകത്തിൽ ഒന്നുമില്ല. അങ്ങനെ ആർത്തിയോടുകൂടി ഒരുക്കപ്പെടുന്ന എല്ലാ സന്താനങ്ങൾക്കും ഇവിടെ വന്ന് തീർത്ഥാടനത്തിൽ പങ്കെടുത്ത് ഹൃദയം നിറച്ചാനന്ദവുമായി മടങ്ങിപ്പോകുവാൻ ജഗദീശ്വരൻ എല്ലാം ഒരുക്കി ദാനം ചെയ്യുമാറാകട്ടെ. ഈ പ്രാവശ്യം മുൻപ് നമ്മൾ 3 ദിവസമായി നടത്തിക്കൊണ്ടിരുന്ന തീർത്ഥാടനം ജനബാഹുല്യം കുറച്ച് ദിവസത്തിന്റെ എണ്ണം കൂട്ടി ഈ നിയമത്തെ പാലിച്ചുകൊണ്ട് തന്നെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡിസംബർ മാസം 21-ാം തീയതി തിങ്കളാഴ്ച മുതൽ 29-ാം തീയതി ചൊവ്വാഴ്ച വരെ അതിന്റെ ക്രമമനുസരിച്ച് ഓരോ ശാഖകളിലേക്കും പ്രത്യേകം സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയക്രമം അനുസരിച്ച് കൃത്യമായി ഇവിടെ ഓരോരുത്തരും എത്തിച്ചേർന്നാൽ ലോകാവസ്ഥകളെ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ട് ആ തന്നിരിക്കുന്ന കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേർന്നാൽ എങ്ങനെയൊക്കെ ഇത് ചെയ്യണമെന്നുള്ള ആലോചനയോടുകൂടിയാണ് ആ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ആ ഓരോ ശാഖകളിലുമുള്ള അംഗങ്ങൾക്ക് അനുസരിച്ചാണ് സമയം കൊടുത്തിരിക്കുന്നത്. ആ നിയമപ്രകാരം നിങ്ങൾ എത്തിച്ചേർന്നാൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ലോക നിയമങ്ങൾക്കൊന്നും ഒരു കുഴപ്പവുമില്ലാതെ സന്തോഷമായി വന്ന് തീർത്ഥാടനം നടത്തി ആനന്ദം അനുഭവിച്ചുകൊണ്ട് ഓരോരുത്തർക്കും ഭവനങ്ങളിലേക്ക് പോകാം. അത് ഏറ്റവും പ്രത്യേകതയോടുകൂടി എല്ലാവരും ശ്രദ്ധിച്ച് ആ സമയ ക്ലിപ്തത പാലിക്കണം. ഇതൊരു അറിയിപ്പായി ഓരോരുത്തരും സ്വീകരിക്കുക. ആ സമയക്ലിപ്തത പാലിച്ചുകൊണ്ട് തീർത്ഥാടനത്തിൽ എത്തിച്ചേർന്നാൽ പുറത്തുനിന്ന് ഒരാൾ വന്ന് കണ്ടാലും ആ ലോക നിയമങ്ങൾ പരിശോധിച്ചാലും ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മുടെ തീർത്ഥാടനം നടത്താൻ പറ്റും. അതിനു വേണ്ടിയാണ് ആ ക്രമീകരണം നടത്തിയിരിക്കുന്നത്. എല്ലാം ഈശ്വരന്റെ തീരുമാനമാണ്. എല്ലാം ഈശ്വരൻ നടത്തിക്കുന്നതാണ്. എല്ലാം ഈശ്വരൻ സ്വീകരിക്കേണ്ടതാണ്. എല്ലാം ഈശ്വരൻ ഫലം തരേണ്ടതാണ്. സൽഫലം അനുഭവിക്കുവാൻ സൽക്കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ഓ എന്റെ സന്താനങ്ങൾ സന്നിധാനത്തിലേക്ക് എത്തിച്ചേരുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവലോകനാഥനും തന്റെ ദൂതന്മാരും ദേവീദേവന്മാരും ഈ പ്രകൃതിയും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് എന്റെ സന്താനങ്ങളെല്ലാം ഇവിടെ എത്തിച്ച് ആനന്ദമായി തീർത്ഥാടനം നടത്തപ്പെടട്ടെ. അനുഗ്രഹമായി നടത്തപ്പെടട്ടെ. ഈ മാസം 14-ാം തീയതി ആത്മബോധോദയ സംഘത്തിന്റെ ഇരുണ്ട നാളുകളിൽ നിന്ന് സുവർണമായ
ജഗദീശ്വരന്റെ കാരുണ്യത്തിലും പ്രത്യേക അനുഗ്രഹത്തിലും വളർത്തി ഉയർത്തുമാറാകട്ടെ. എപ്പോഴും ആ നാവിൽ കൂടി ഭഗവത് ശബ്ദങ്ങൾ ആത്മലോകത്തിന് കേൾക്കുവാൻ ജഗദീശ്വരൻ അനുവദിച്ച് അനുഗ്രഹിക്കട്ടെ. ആയുസ്സും ആരോഗ്യവും സുഖവും കൊടുത്ത് രക്ഷിക്കട്ടെ. സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യട്ടെ. സർവ നേർച്ചകളും ഇതാ സ്വീകരിച്ചിരിക്കുന്നു.